ഒല്ലൂര് ശിവക്ഷേത്രത്തിനടുത്ത്. ചേച്ചിക്ക് നാണമില്ലേ ഈ പണിക്ക് കൂട്ടു നിൽക്കാൻ? പാവം അടുക്കളയില് കരിയും പോകി ഏറ്റു നിക്കണ നിപ്പ് കണ്ടപ്പോ വിഷമം തോന്നിട്ടാ മോളെ. ഇതേ കരിയും പുകയായിട്ട് നിർമ്മല നിൽക്കുമ്പോ തോന്നാത്ത വിഷമം ഇപ്പൊ എന്തേ കൃഷ്ണനോട് തോന്നി? മരിച്ചുപോയ എന്റെ മൂത്ത മോൻ രമേശിന്റെ അതേ പ്രായ കൃഷ്ണന്. പിന്നെ മീശയും വെച്ചൊരാണ് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോ. അടുക്കള ജോലിക്ക് മീശ ഒരു ഭാരമാണെങ്കിൽ അതൊക്കെ പഠിച്ചു കളഞ്ഞാ പോരെ? എന്താ എല്ലാം ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ അടുക്കള ഭരണം ഏറ്റെടുത്തിട്ട് ഇപ്പൊ എന്താ തോറ്റു തൊപ്പി കിട്ടും? ഇല്ല, വിഷ്ണു പറയാനെ തോക്കൊന്നുമില്ല. കൃഷ്ണന്റെ വർഗത്തെ തോക്കാൻ ഞാൻ സമ്മതിക്കൂല്ല അല്ലേ? അതെടുത്ത സ്ഥലത്ത് എന്നെ കൊണ്ടുവച്ചേ. അടുക്കളയിലെ കരിയും പുകയുമേറ്റ് സ്വന്തം ജീവിതം അടുക്കളയിൽ തന്നെ സമർപ്പിച്ച സ്വന്തം സഹോദരിമാരെ സ്വന്തം ഭർത്താവിനോട് അടുക്കളയിലേക്കെന്ന് കൽപ്പിച്ച ശ്രീമതി നിർമ്മല കൃഷ്ണന് വനിതാ സംഘത്തിന്റെ ഗംഭീര ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെ ചാടിയ ചട്ടിയിൽ. അല്ല പിന്നെ എന്താ കേക്കൂ, ഉച്ചക്ക് ചെമ്മീൻ കറിയാണോ? എന്തേ? അല്ല, ചെമ്മീനും മുട്ടയും കൂടി ചട്ടിക്കകത്തിട്ട് കറി വെക്കുന്ന കാര്യം പറയുന്നത് കേട്ടു. ചെമ്മീനും മുട്ടയും കൂടി ചട്ടിക്കകത്തിട്ട് വറുത്തരയ്ക്കുന്ന കാര്യമല്ല പറഞ്ഞു. പിന്നെ ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെ ചാടിയ ചട്ടിയിൽ. പഴഞ്ചൊല്ല് പഴഞ്ചൊല്ല്. ഓ, നിർമ്മല ഉദ്ദേശായിരിക്കും പറഞ്ഞത്. അവളങ്ങ് തകർക്കുകയല്ലേ കേക്കൂ? ഞാനിവിടെ കിടന്ന് തകരുകയാണ് മയദത്ത. സ്ത്രീകളോട് ഏറ്റുമുട്ടിയവർക്കൊക്കെ സ്വയം തകർന്നടിഞ്ഞ കഥകളെ പറയാനുള്ളൂ. പാഞ്ചാലിയോട് കളിച്ച ദുര്യോധനന്റെ അവസ്ഥ എന്തായി? സീതയോട് കളിച്ച രാവണന്റെ അവസ്ഥ എന്തായി? പറയൂ. ഇവിടെ ഇരുന്നേ. എനിക്ക് ഇതിൽ നിന്നൊരു മോചനമില്ലേ മയദത്ത? വിട്ടുപോയി. അതുകൊണ്ട് ആ ദൈവത്തിനോട് പറഞ്ഞിട്ടോ. എന്റെ നടുവിന്റെ ഡിസ്ക് ശരിക്കും തെറ്റിയിരിക്കുക. ഞാൻ വേണമെങ്കിൽ തുളസിയില കണ്ടിട്ട് തുലാഭാരം നടത്താം. അതാവുമ്പോ കാശ് ചെലവില്ലല്ലോ, ചുമ്മാ പറഞ്ഞെടുത്താ പോരെ. എന്നാ പിന്നെ പൂവമ്പഴായിക്കോട്ടെ. ഒരു കാര്യം ചെയ്യാം, ഉരുളി കമത്താം. ഉരുളി കമത്തിയാൽ എങ്ങനെ? ഉരുളി മലർത്തിയല്ലേ വെക്കേണ്ടത്? എന്നാ പിന്നെ മലത്തിക്കോ? മലർത്താം, പക്ഷെ ഒന്ന് ആലോചിക്കണം. മതി. ഇതിൽ പങ്കാളികളാവാൻ ഉണ്ണായിപുരം നിവാസികളായ എല്ലാ സ്ത്രീകളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. മൈക്കോഫി. നിർമ്മലെ, ആ ഉണ്ണായം ബസ് സ്റ്റാൻഡിലും അമ്പലത്തിനടുത്തും രണ്ട് വലിയ ഫ്ലെക്സ് വെക്കണം. ഫ്ലെക്സ് വെച്ചോളൂ, പക്ഷെ ഇതേപോലെ നിർമ്മല കൃഷ്ണൻ വേണ്ട. അത് കുറച്ച് ഓൾഡ് ഫാഷനാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിർമ്മല ജീന്ന് വെച്ചു. അത് നടക്കും. അപ്പൊ നിർമ്മലാജി, ഞങ്ങൾ പോയിട്ട് 2 മണിയാകുമ്പോ വന്നാ പോരെ? നിർമ്മലാജി, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് സ്കൂളിലേക്ക് വന്നോളാം. ശരി.